ഹൈ ഓൾ, വെൽക്കം ടു എജ്യൂസ് അക്കാഡമി. അപ്പൊ നമ്മൾ ഇന്ന് ഈ വീഡിയോയിലൂടെ ഉദ്ദേശിക്കുന്നത് ജസ്റ്റ് ഒരു ഇൻഫർമേഷൻ ഷെയർ ചെയ്യാനാണ്. അതായത് നമ്മുടെ PGMER അറിയാവോ? പോസ്റ്റ് ഗ്രാജുവേറ്റ് ഇൻസ്റ്റിറ്റ്യൂട്ട് ഓഫ് മെഡിക്കൽ എഡ്യൂക്കേഷൻ ആൻഡ് റിസർച്ച് അല്ലേ? എവിടെയാണത്? ചണ്ഡീഗഡ് ആണ് കേട്ടോ, ചണ്ഡീഗഡ് ആണ്. സോ അവിടെ നഴ്സിംഗ് ഓഫീസർ പോസ്റ്റിന്റെ റിക്രൂട്ട്മെന്റ് കാര്യങ്ങളൊക്കെ വിളിച്ചിരുന്നു, നോട്ടിഫിക്കേഷൻ ഒക്കെ വന്നിരുന്നു, പലരും അപ്ലൈ ചെയ്തു എന്ന് എനിക്ക് അറിയാം. സോ അതിന്റെ എക്സാം ഡേറ്റ് വന്നിരിക്കുന്നു കേട്ടോ. നമുക്ക് അതിന്റെ അപ്ഡേറ്റ്സ് ഡീറ്റെയിൽസിലേക്ക് പോവാം. സോ PGMER എക്സാമിനേഷൻ 2025 നഴ്സിംഗ് ഓഫീസർ എക്സാമിനേഷന്റെ ഡേറ്റ് വന്നിരിക്കുന്നു. അതായത് എക്സാം ഡേറ്റ് വരുന്നത് നവംബർ മാസം 22-ാം തീയതി കേട്ടോ. അതായത് അടുത്ത മാസം 22-ാം തീയതിയാണ്, സാറ്റർഡേ ആണ് എക്സാം വരിക. എക്സാം കണ്ടക്ട് ചെയ്യപ്പെടുക ആഫ്റ്റർനൂണിലാണ് കേട്ടോ. സോ എക്സാം സിറ്റീസ് ഇപ്പൊ നമുക്ക് അറിയാൻ കഴിയുന്ന അല്ലെങ്കിൽ നമ്മുടെ ഇൻഫർമേഷൻ അനുസരിച്ച് എക്സാം സിറ്റീസ് അലോക്കേറ്റ് ചെയ്തിരിക്കുന്നത് ചണ്ഡീഗഡ്, മൊഹാലി, ഡൽഹി, കൂടാതെ ഹൈദരാബാദ്, കൊൽക്കത്ത കേട്ടോ. അപ്പൊ നമുക്ക് കേരളത്തിൽ നിന്ന് അടുത്ത് ഉള്ള സെന്റർ വരിക ഹൈദരാബാദ് ആണ് കേട്ടോ, ഹൈദരാബാദ് ആണ് വരിക. മോഡ് ഓഫ് എക്സാമിനെ കുറിച്ച് പറയുകയാണെങ്കിൽ CBT നമ്മുടെ കമ്പ്യൂട്ടർ ബേസ്ഡ് ടെസ്റ്റ് ആയിരിക്കും, ഓൺലൈൻ എക്സാമിനേഷൻ തന്നെ ആയിരിക്കും നടത്തപ്പെടുക. അതുകൂടാതെ നിങ്ങൾ വളരെ ഇമ്പോർട്ടന്റ് ആയിട്ട് ഒരു ഡിസ്ക്ലൈമർ ആയിട്ട് തന്നെ നമ്മുടെ അതോറിറ്റീസ് അറിയിച്ചിരിക്കുന്നത് ഈ എക്സാം സിറ്റീസ് ഇപ്പോൾ പറഞ്ഞിരിക്കുന്നതൊക്കെ ടെൻറ്റേറ്റീവ് ആണ്. അതിൽ കുറച്ച് ചേഞ്ച് ഒക്കെ വേണമെങ്കിൽ വരാം. അതായത് എക്സാം സിറ്റീസ് ചേഞ്ച് വരാം ബേസ്ഡ് അപ്പോൺ ദ അവൈലബിലിറ്റി. അതുകൂടാതെ സിസ്റ്റംസ് ലോജിസ്റ്റിക്സ് ഒക്കെ അവൈലബിലിറ്റി അനുസരിച്ചിട്ട് ചിലപ്പോൾ ചെറിയ ചേഞ്ച് ഒക്കെ വരാനുള്ള സാധ്യതയുണ്ട്. സോ നിങ്ങൾ സ്റ്റേ ട്യൂൺ. നിങ്ങൾ കൂടാതെ തന്നെ നമ്മുടെ PGMER വെബ്സൈറ്റ് ഒക്കെ ഫ്രീക്വന്റ് ആയിട്ട് വിസിറ്റ് ചെയ്യുക. അതിനകത്ത് ഇതിന്റെ ഡീറ്റെയിൽസ് ഒക്കെ വരും. സോ ഇതിനായിട്ട് അപ്ലൈ ചെയ്തിട്ടുള്ളവർ വളരെ നന്നായിട്ട് പഠിക്കുക. നന്നായിട്ട് പഠിച്ച് അത്യാവശ്യം ഒരു നല്ല സെന്റർ തന്നെ കേട്ടോ. PGMER MSc ഒക്കെ ഞാൻ പഠിച്ച അവിടെ ആയിരുന്നു. സോ നമ്മുടെ എയിംസ് പോലെ തന്നെയാണ്, സെൻട്രൽ ഇൻസ്റ്റിറ്റ്യൂട്ട് ആണ്. സോ നന്നായിട്ട് പഠിക്കുക, നന്നായിട്ട് പ്രിപ്പയർ ചെയ്യുക. എല്ലാവരും അപ്ലൈ ചെയ്തിട്ടുള്ളത് നന്നായിട്ട് പഠിച്ചെഴുതുക. എല്ലാവർക്കും ഓൾ ദി ബെസ്റ്റ്.